നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതുവരെ താൻ ജീവിച്ചിരിക്കുമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമിത്ഷാ. ഖാർഗെയുടെ പ്രസംഗം അരോചകവും അപമാനകരവുമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മോദിയോട് കോൺഗ്രസിനുള്ള വെറുപ്പും ഭയവുമാണ് ഖാർഗെയുടെ പരാമർശം കാണിക്കുന്നതെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയെയും തന്നെയും എല്ലാ BJP നേതാക്കളെയും പരാമർശിച്ചത് അപമാനകരമാണ്. പ്രധാനമന്ത്രിയോടുള്ള കോൺഗ്രസിന്റെ വെറുപ്പും ഭയവുമാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്നാൽ ഖാർഗെയുടെ ആരോഗ്യം സുഖപ്രദമാകാനാണ് തങ്ങൾ പ്രാർത്ഥിക്കുന്നത്. 2047 രാജ്യം വികസിത ഭാരതമാകുന്നത് കാണാൻ അദ്ദേഹം ജീവിച്ചിരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. പിന്നാലെ ധനമന്ത്രി നിർമ്മല സീതാരാമനും ഖാർഗെയുടെ പ്രസംഗത്തെ വിമർശിച്ചു. വെറുപ്പിന്റെ രാഷ്ട്രീയം വ്യക്തമാണെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. എന്നാൽ ഇവിടെ ശരിക്കും തോറ്റത് കോൺഗ്രസ് ആണ്. മോദിയുടെ മനുഷ്യത്വം വീണ്ടും വീണ്ടും ചർച്ചയാവുകയാണ്. മോദിക്കെതിരെ അപമാനകരമായ പരാമർശങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നടത്തിയപ്പോഴും അദ്ദേഹവുമായി സംസാരിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. എന്നാൽ മോദി മറുപടി പറയുന്നത് എന്നും ജനങ്ങൾക്ക് വേണ്ടി വികസിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ്, അല്ലാതെ കോൺഗ്രസിനെ പോലെ എല്ലാ വേദികളിലും പോയി BJPക്കെതിരെ പരാമർശം നടത്തിയല്ല. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് ഇറക്കും വരെ മരിക്കില്ലെന്ന് പിന്നീട് ഖാർഗെ പ്രതികരിച്ചു. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കത്വ ജില്ലയിൽ ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന പ്രചരണ പരിപാടിക്കിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസംഗം തുടങ്ങുമ്പോൾ മുതൽ അസ്വസ്ഥത നേരിട്ടിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കെ വാക്കുകൾ മുറിഞ്ഞ് ശ്വാസോച്ഛ്വാസം ദ്രുതഗതിയിലായി. ചെറിയ വിറയൽ അനുഭവപ്പെടുകയും ചെയ്തു. ഉടനെ വേദിയിലുണ്ടായിരുന്ന നേതാക്കൾ താങ്ങിയിരുത്തി. വെള്ളം കുടിച്ച ശേഷം പ്രസംഗം തുടരാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ദേഹാസ്വസ്ഥമുണ്ടായി. സംസാരം അവസാനിപ്പിച്ച് ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. പിന്നീട് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരുമെന്നും ഖാർഗെ പ്രതികരിച്ചു. എനിക്ക് 83 വയസ്സുണ്ട്, അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് ഇറക്കും വരെ ജീവിച്ചിരിക്കും. ഖാർഗെയുടെ വാക്കുകളാണിത്. കൂടാതെ ഖാർഗെയുടെ മകനും കർണാടക മുഖ്യമന്ത്രിയുമായ പ്രിയങ്ക് ഖാർഗെ പിന്നീട് ഖാർഗെയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. മെഡിക്കൽ സംഘം അദ്ദേഹത്തെ പരിശോധിച്ചു. BP കുറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ജനങ്ങളുടെ സ്നേഹം അദ്ദേഹത്തെ ശക്തനാക്കി നിലനിർത്തുന്നുവെന്നും പ്രിയങ്ക് കുറിച്ചു. ജമ്മു കാശ്മീരിൽ ചൊവ്വാഴ്ചയാണ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടം കഴിഞ്ഞ 18-നും രണ്ടാം ഘട്ടം 25-നുമായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.